നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറും കാസ പ്രവർത്തകരെല്ലാം കൂടെ കുത്തിയിരുന്ന് നമുക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചാനൽ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ എത്താറില്ല. ഒരുപാട് ആളുകൾ എനിക്ക് പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് കാണുന്നതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യാം. ജാതി മതവും നോക്കാതെ അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ചില നന്മ പ്രവർത്തികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കാണുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, സുഖമില്ലാത്തവർക്ക് അതിൻ്റെ ചികിത്സയ്ക്കുള്ള പണം എത്തിച്ചു കൊടുക്കുക. ഇതൊന്നും അൻസാരി സുഹരി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നില്ല. കാരണം അദ്ദേഹം വെറും 20,000 രൂപ ശമ്പളത്തിൽ ഇവിടെ ഒരു പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ട് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജാതി മതഭേദം നോക്കാതെ ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോകളെല്ലാം കണ്ടിട്ട് 10 പൈസയുടെ നാരങ്ങ മിഠായിക്ക് പോലും പോക്കില്ലാത്ത, സ്വന്തം അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത, സ്വയബോധം നഷ്ടപ്പെട്ട അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടെ പോയി ഇവന്മാർ ചെയ്യുന്ന പരിപാടികളാണ് ഈ അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ചിട്ട് ഈ ചെറ്റകൾ വന്നിരുന്നുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കൂടെ വന്നിരുന്നുണ്ട് കുരയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ചാരിറ്റി പ്രവർത്തനം നിർത്തുകയാണ്, എനിക്കിനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഇറങ്ങുമ്പോൾ ഒരു രൂപയുടെ ഗുണമില്ലാത്ത ഈ രാജ്യത്തിന് തന്നെ നാശമായിട്ടുള്ള ഈ വൃത്തികെട്ട കമന്റോളികൾ വന്നിട്ട് ഉസ്താദിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരമാണ് ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് തളരരുത്. കാരണം ഉസ്താദിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഉസ്താദിനെ ആശ്രയിച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ സഹോദരൻ നമ്മുടെ ഉസ്താദിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ സേവാഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ്. ഇവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയിലേക്ക് ചേട്ടൻ ഒന്ന് വിളിച്ചിട്ട് അവർ സഹായിക്കും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഞാൻ ഭാരതീയൻ, അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ഊള, അവൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ ഇവൻ ചിലപ്പോൾ അറ്റാക്ക് വന്ന് എത്തുപോകും. അമാതിരി വികൃത രൂപിയായിട്ടുള്ള ഒരു വൃത്തികെട്ട വിഡ്ഢി കൂഷ്മാണ്ഡം ഇവന്മാരിരുന്ന് പറയുന്ന കേട്ടാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. എന്തായാലും ഇപ്പോൾ പറയുന്ന ഇതെന്ന് കേട്ടതിന് ശേഷം ഞാൻ ഭാരതീയൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് കാണാം നമുക്ക്. ചെയ്യേണ്ട വേണ്ട എല്ലാ കാര്യത്തിലും മുസൽമാന്മാർ മാത്രം രംഗത്തിറങ്ങുന്നുണ്ട്. സഹായഭ്യർത്ഥന നൽകുമ്പോൾ അത് മതം മാറ്റാനോ അല്ലെങ്കിൽ വർഗീയ ഫണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപം കൂടി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ സംശുദ്ധമായ സേവാഭാരതിയുടെ ഫണ്ടുകൾ വരട്ടെ, ഭാരതീയനും ലക്ഷ്മി കാനത്തും ഒക്കെ രംഗത്ത് വന്ന് സഹായിക്കട്ടെ, അവർക്കും കൂടി അവസരം കിട്ടട്ടെ എന്ന് ആ നന്മയുള്ള വിചാരം കൊണ്ടാണ് ഞാൻ ബാബുവേട്ടൻ്റെ കേസ് ഒന്ന് മാറ്റിവെച്ചത്. പക്ഷേ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കോള് വന്നു, ഉസ്താദെ നമ്മളൊക്കെ മനുഷ്യരാണ്, അവിടെ ആരോടുള്ള വിരോധം തീർക്കണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ ആ മനുഷ്യന് അയച്ചു തന്നു. അപ്പം തന്നെ ബാബുവേട്ടൻ്റെ ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാബുവേട്ടൻ നിങ്ങളോട് എന്തോ പറയാനുണ്ട് കേട്ടോ? എനിക്ക് 3 മക്കളാണ്, 2 പേർ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. ആദ്യമേ ഞാൻ മനുഷ്യസ്നേഹിയായ ഉസ്താദിനാണ് നന്ദി പറയുന്നത്. ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ സഹായിച്ച ആ സാറിന് ഞാൻ നന്ദി പറയാണ്, വളരെയധികം നന്ദി പറയാണ്. ഞാനും എൻ്റെ കുടുംബം. സാറിന് വരാൻ കഴിയുമെങ്കിൽ നീ ആറ്റിങ്ങിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം. എനിക്കുണ്ടോ ഒരു കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ, ഈ കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ. ഈ പറഞ്ഞ അടുപ്പിച്ചായി വീട്ടിലായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പട്ടിണിയാണ്, സത്യം പറഞ്ഞാൽ പട്ടിണിയാണ്. ഇന്നലെ തന്നെ റേഷാരി 2 ദിവസം തീർന്നു. ഇന്നലെ പോയി ഒരു വഴിയില്ലാത്തതുകൊണ്ട് റേഷൻ കടയിൽ പോയി കടം ചോദിച്ചപ്പോൾ 2 കിലോ ആയിട്ട് തന്നു. അതാണ് ഇന്ന് കൊച്ചുങ്ങൾക്ക് ഒരു നേരത്തെ ആദായം കൊടുത്തത്. അങ്ങനെയാണ് അവസ്ഥ, എൻ്റെ അവസ്ഥ. കേട്ടല്ലോ അല്ലേ? പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. റേഷൻ അരി കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വിശക്കുന്നതിൻ്റെ പ്രശ്നം എന്താടാ? വിശപ്പാണ്. എന്നെ കേട്ടിരിക്കുന്നതോട് പറയാണ്, നമ്മളിപ്പോൾ ഈ കൊടുത്ത 1 ലക്ഷം രൂപ ഇവിടുന്ന് വന്നേന്നറിയോ? കേട്ടു ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ചാരിറ്റി എന്ന് കേട്ടുകൊണ്ട് വിദേശത്ത് നിന്നും തീവ്രവാദ ഫണ്ടുകൾ തനിക്കൊക്കെ ഇങ്ങനെ ഒഴിവി വരും. വേറെ അതെ, തീവ്രവാദ ഫണ്ടാണ്. സംശുദ്ധമായ രാജ്യസ്നേഹിയുടെ ഫണ്ട് ചെല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദ ഫണ്ട് കൊടുക്കേണ്ടി വന്നത്. ബാബുവേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇനി ഈ ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത ഒരു പടുവാണം സംഘി അവൻ പറയുന്നത് കേട്ടോ? നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഹിന്ദു ചാരിറ്റിയൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യമാവും. അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യുന്ന നമ്മുടെ ഇദ്ദേഹമൊക്കെ ഉണ്ട്, നമ്മുടെ ഭാരതീയൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ അയാളെ വേണമെങ്കിൽ ചിത്രമൊക്കെ അയച്ചു തരാം. അവരോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ രഹസ്യമായിട്ട് നിങ്ങളുടെ മുഖം കാണിക്കാതെ അവകാശവാദം പറയും. നിങ്ങൾ നന്നായിട്ട് സഹായിക്കുന്നവരാണ് അവരൊക്കെ. അവരിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ വളരെ നല്ല നിലയ്ക്ക് നിങ്ങൾ അവരെന്ത് ചെയ്യും, സഹായിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരാം.
അല്ല അൻസാരി, നീ ബാബുവേട്ടന്റെ സ്റ്റോറിക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം ഇതല്ലായിരുന്നു? ഹിന്ദുവായ ഒരാൾ നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. നിന്റെ ഈ AI ചിത്രം നിന്റെ വിദ്വേഷം ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ ആ ചിത്രം അങ്ങ് മാറ്റി. പക്ഷെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചിത്രം ഒരു ഹിന്ദു അവന്റെ അടുത്ത് ചെന്ന് കരഞ്ഞപേക്ഷിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തത് ഒരു ഹിന്ദുവിന്റെ തോളത്ത് കൈയിടുന്ന ചിത്രമാണ്. ചാരിറ്റി കൊണ്ട് നീ പറയുന്ന വിദ്വേഷത്തെ മറയ്ക്കുന്ന മായക്കണ്ണനാണ് നീ. പ്രിയപ്പെട്ട ബാബുവേട്ട, ഇങ്ങേര് പറഞ്ഞ ആ ഭാരതീയൻ ഞാനാണ്. ഞാൻ അൻസാരിയെ പോലെ ഒരു മതമൗലിക നേതാവല്ല, കാപട്യം നിറഞ്ഞ പണ്ഡിത ഭൂഷകനല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു ചാരിറ്റി ഫണ്ടറല്ല. എനിക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ചെറിയ ചെറിയ സഹായങ്ങളുമായി അവരിലേക്ക് എത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ മാത്രമാണ് ഞാൻ. താങ്കൾക്ക് എന്നെ വിളിക്കാം. ഇവൻ ചെയ്തതുപോലെ താങ്കളുടെ ദയനീയത വോയിസ് റെക്കോർഡാക്കി അതിലേക്കും മറ്റു മതങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ഇയാളെ വിമർശിച്ചവരുടെയും ഒക്കെ പേരുകൾ കുത്തിക്കയറ്റി വിദ്വേഷം ചെലുത്തുന്ന വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പൂർണ്ണമായും താങ്കളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കും. സ്വന്തം വരുമാനത്തിൽ നിന്നും ഞാനൊരു ആവശ്യം പറയുമ്പോൾ സഹായിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നുമാണ് ഞാൻ നിങ്ങളിലേക്ക് ചെറിയ ചെറിയ സേവനങ്ങൾ എത്തിക്കുന്നത്. എന്റെ പേജിലുള്ള പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളുടെ സഹായത്താൽ കുറെ ആളുകളിലേക്ക് അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ കാണിക്കുന്ന പോലെയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് എനിക്ക് ആവശ്യമില്ല. ഒരാളെ സഹായിക്കുക എന്നത് ദൈവികമാണ്, പക്ഷെ ഇയാൾ കാണിക്കുന്നത് ദൈവനിന്ദയാണ്. ഒരു ഹിന്ദുവിനെ സഹായിക്കും അതിനു മുന്നിൽ പലരുടെയും മുഖങ്ങൾ കുത്തിക്കയറ്റി ഹിന്ദുവിനെയും ഹിന്ദു സമൂഹത്തെയും പൂർണ്ണമായും അപമാനിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അൻസാരി, ഇനി മുന്നോട്ട് നിന്റെ പ്രവർത്തനം ഇതുപോലെയാണെങ്കിൽ നിന്നെ പൂർണ്ണമായും എതിർക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവനോട് പകയും വിദ്വേഷവും തീർക്കാനായിരിക്കരുത് നമ്മൾ ഒരാളെ സഹായിക്കേണ്ടത്. നീ ഇതര മതസ്ഥരെ സഹായിക്കുന്ന എല്ലാ വീഡിയോയും നിന്റെ വർഗീയ വിദ്വേഷം നീ കുത്തിക്കയറ്റിയിട്ടുണ്ട്. പക്ഷേ സഹായത്തിന്റെ ലേബലിൽ നീ അത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിൽ ഡബിൾ തിങ്കിങ് ഉണ്ടാക്കുന്നു എന്നതാണ് നിന്റെ വിജയം. അൻസാരി, നീ ഇത് കണ്ടോ? ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഞാനാണ്. സ്നേഹവീട് അഗതി കേന്ദ്രം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആരിഫ് നടത്തുന്നതാണ്. ഒരാളെയും ഉപദ്രവിക്കാതെ ആരെയും വിദ്വേഷം പടർത്താതെ സമൂഹ സേവനം ചെയ്യുന്ന ചിലരെ അപമാനിക്കാനാണ് നിന്നെ പോലുള്ളവർ ശ്രമിക്കുന്നത്. ആരിഫിനെ പോലുള്ള സമൂഹ സേവ ചെയ്യുന്നവരോടൊപ്പം നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ സംഘടത്തെ യൂസ് ചെയ്ത് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തേണ്ട ആവശ്യം എനിക്കില്ല. ഇനി മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഖുറാനിൽ എന്താണ് പറയുന്നത് എന്ന് ഞാനൊന്ന് എടുത്തു നോക്കി. ഖുറാനിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ചെയ്ത സഹായം പറഞ്ഞു നടന്ന് അവരെ വിഷമിപ്പിക്കുകയോ അഹങ്കരിക്കുകയോ അരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കാണാനും പുകഴ്ത്താനും വേണ്ടി കാപട്യത്തോടെ ദാനം ചെയ്യരുതെന്നും പരമാവധി രഹസ്യമായി നൽകുന്നതാണ് ഉത്തമമെന്നും ഖുറാൻ പഠിപ്പിക്കുന്നു. താനൊരു ഉസ്താദല്ലേ? താൻ ഈ വചനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? താൻ ചെയ്യുന്നത് തികച്ചും ഈ വചനങ്ങൾക്ക് വിപരീതമല്ലേ? സമൂഹ സേവനം ചെയ്യുന്ന ആരെങ്കിലും ഇതര മതസ്ഥരെ വിദ്വേഷം ചെലുത്തുന്ന വാക്കുകളാൽ അവരുടെ വീഡിയോക്കുള്ളിൽ ഉൾപ്പെടുത്തി ഉണ്ടാക്കാറില്ല. സേവനമാണ് ലക്ഷ്യമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അതിൽ അവൻ ചെയ്യട്ടെ, ഇവൻ ചെയ്യട്ടെ, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറയുന്ന എന്തിനാ? നിനക്ക് പറ്റുന്നതാണെങ്കിൽ നീ അത് ചെയ്യുക. ഇവനെ പോലെയുള്ള നിർഗുണങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിനക്ക് പരാജയം സംഭവിക്കാൻ പോകുന്നത്. അൻസാരി, ഞാൻ ബാബുവേട്ടന്റെ നമ്പർ ഒന്ന് ചോദിച്ചതിന് നിന്റെ കുണ്ടന്മാരുടെ കമന്റുകളാണിത്. ഇതേ പേരുകൾ ഈ വീഡിയോയ്ക്ക് അവസാനം എന്റെ കമന്റ് ബോക്സിലും വരും എന്നെനിക്കറിയാം. കുണ്ടന്മാർ റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആരിഫിനെ പോലുള്ള ഒരുത്തവന്റെ കൂടെ നിന്നാണ് ഇവൻ പ്രവർത്തിക്കുന്നതെന്ന് ഇവന്റെ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം ഈ ഒരു സമുദായത്തെ കുറിച്ചിട്ടല്ലാതെ ഇവന്റെ വായിൽ നിന്ന് വേറൊരു വാക്ക് വരുന്നത് കേൾക്കാൻ പറ്റത്തില്ല. ആ ബാബുവട്ടം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പല സ്ഥലത്തും പോയി, പല സംഘടനയുടെ അടുത്തും പോയി, എനിക്ക് അവരിൽ നിന്നും ഒരു സഹായം പോലും ലഭിച്ചിട്ടില്ല. അല്ല ഭാരതീയ, ആരും അറിയാതെ ആരെങ്കിലും ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? ഈ കാലത്ത് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ വോയിസോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ ഒക്കെ കാണിച്ച് ഉസ്താദ് പല ആളുകളിൽ നിന്നും, അതായത് നന്മ മനസ്സിലുള്ളവരിൽ നിന്നും പൈസ വാങ്ങിക്കൊടുക്കും. ഒരൊറ്റ സംഖ്യയോ നിന്നെപ്പോലുള്ള പടുവാണം കൃമികളോ 10ന്റെ പൈസ ആർക്കും കൊടുക്കാറില്ലടാ. പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് ഈ വേട്ടാവളിയൻ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. ഇതിന് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ ഇതര സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന സത്യസന്ധരായിട്ടുള്ള സഹോദരങ്ങൾ ഉസ്താദിനെ വിശ്വസിച്ചിട്ട് ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഉസ്താദ് പറയുന്ന ആളുകളിലേക്കോ അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു രോധനം കൊണ്ട് നീ അരഞ്ഞു മോങ്ങുക എന്നല്ലാതെ ഒരു പ്രയോജനവും ഈ ഭൂമിയിൽ നിന്നെ കൊണ്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാടാ വേട്ടാവളിയ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് മറുപടി കൊടുക്കാത്തൊരു വീഡിയോ കാണാം. ബൈ.